നമസ്കാരം ഡിയർ സ്റ്റുഡൻസ്. നമുക്കിന്ന് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ തന്നെ ട്രാക്കിംഗ് കോഡ് ഒരു വെബ്സൈറ്റിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എസ്പെഷ്യലി കോഡിഗ്നേറ്റർ പോലെയുള്ള ഫ്രെയിംവർക്കിൽ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനകത്ത് എങ്ങനെയാണ് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ സ്ക്രീനിനകത്ത് കാണുന്നത് rahaayurveda.com എന്നുള്ള വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് കോഡിഗ്നേറ്റർ ഉപയോഗിച്ച്, അതായത് കോഡിഗ്നേറ്റർ എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കാണ്. വെബ്സൈറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന CMS പോലെ PHP ബേസ് ചെയ്ത് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് കോഡിഗ്നേറ്റർ. ഈ കോഡിഗ്നേറ്ററിലാണ് ഈ വെബ്സൈറ്റിൻ്റെ മെയിൻ വർക്കിംഗ് ഒക്കെ, അതിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പം ഈ വെബ്സൈറ്റിനകത്ത് എവിടെയാണ് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആൾറെഡി നമുക്ക് ഈ വെബ്സൈറ്റിനകത്ത് ഗൂഗിൾ അനലിറ്റിക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് എവിടെയാണ് ആഡ് ചെയ്യണമെന്നൊന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആദ്യം നമ്മൾ ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ /cpanel എന്നടിക്കുക. cpanel എന്നടിക്കുക. അപ്പം ആ വെബ്സൈറ്റിൻ്റെ cpanelലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പോർഷൻ കിട്ടും. ഇവിടെ നമുക്ക് cpanelൻ്റെ യൂസർ നെയിം കൊടുക്കണം, അതുപോലെ തന്നെ cpanelൻ്റെ പാസ്വേഡ് കൊടുക്കണം. cpanel അഥവാ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ കൺട്രോൾ പാനൽ, അതിൻ്റെ വെബ്സൈറ്റിനകത്ത് അസസ് ചെയ്യാനൊക്കെ നമുക്ക് അതിൻ്റെ ലോഗിൻ ഏരിയയാണ് കൺട്രോൾ പാനൽ അഥവാ cpanel എന്ന് പറയും. അപ്പം cpanel വെബ്സൈറ്റ് അഡ്രസ്സിൻ്റെ കൂടെ cpanel എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ഏരിയ കിട്ടും. യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൃത്യമായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആയിട്ട് അതിനകത്ത് ലോഗിൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ rahaayurveda എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിൻ്റെ cpanel അഥവാ ഈ വെബ്സൈറ്റിൻ്റെ ഹോസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗോഡാഡിക്കകത്താണ്. ഗോഡാഡിയിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗോഡാഡിയിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ cpanelലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഗോഡാഡി cpanel ഇങ്ങനെയാണ് ഇരിക്കുക. പല ടൈപ്പ് cpanelകളുണ്ട്. എന്നാലും കോമൺ ആയിട്ട് അതിനകത്തുള്ള ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ ഇതായിരിക്കും, ഒരുപോലെ തന്നെ ആയിരിക്കും. ഇവിടെ ഫയൽ മാനേജർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഫയൽ മാനേജർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ cpanel എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഓപ്പൺ ആക്കേണ്ടത്. ആ ഫയൽ മാനേജറിനകത്താണ് നമ്മളെ വെബ്സൈറ്റൊക്കെ ഉൾപ്പെടുന്ന നമ്മളെ ഫയൽസൊക്കെ കിടക്കുന്ന റൂട്ട് ഡയറക്ടറി ഉണ്ടാവുക. റൂട്ട് ഡയറക്ടറി ഇപ്പം ഇതിനകത്ത് കാണിക്കുന്ന ഫോൾഡേഴ്സ്, ഈ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഫോൾഡേഴ്സും ഫയൽസും ഒക്കെയാണ് ഇവിടെ കാണുന്നതെങ്കിലും ഇവിടെ പബ്ലിക് HTML എന്നുള്ള ഫോൾഡർ കാണാൻ പറ്റും. പബ്ലിക് HTML ഫോൾഡർ, ഇതിനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. ഈ പബ്ലിക് HTML ഫോൾഡറിനകത്താണ് നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. ഇപ്പോൾ ഇതിനകത്ത് rahaayurveda എന്നുള്ള വെബ്സൈറ്റിൻ്റെ ഫയൽസൊക്കെ ഉണ്ടാകും. പക്ഷേ ശരിക്കും ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കോഡിഗ്നേറ്റർ എന്നുള്ള ഫ്രെയിംവർക്കിലായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ആദ്യം ഗൂഗിൾ അനലിറ്റിക്സ് ഓപ്പൺ ആക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ google.com/analytics എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിനകത്തേക്ക് എത്തും. അവിടെ നമ്മൾ സൈൻ ഇൻ ടു ഗൂഗിൾ അനലിറ്റിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി അറിയാം. നമുക്ക് ഇതിനു മുമ്പേ ഗൂഗിൾ അനലിറ്റിക്സിനെ പറ്റിയുള്ള വീഡിയോയ്ക്കകത്ത് ഒരു ബ്ലോഗിനെയോ വെബ്സൈറ്റിനെയൊക്കെ ആഡ് ചെയ്യണത് ഞാൻ കാണിക്കുന്ന 2 വീഡിയോസ് ഉണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഇവിടെ rahaayurveda'യുടെ ഗൂഗിൾ അനലിറ്റിക്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. ആൾറെഡി ഗൂഗിൾ അനലിറ്റിക്സ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരിക്കുന്ന വിസിറ്റ്, കഴിഞ്ഞ 7 ഡേയ്സിനുള്ളിൽ 244 വിസിറ്റും 259 യൂസേഴ്സും അവിടെ വന്നതായിട്ടും ഇവൻ്റ് കൗണ്ട് ഇത്രയായിട്ടാണ് നടന്നിരിക്കുന്നത്, 2200. അപ്പം ഒരു വെബ്സൈറ്റിനകത്ത് വരുന്ന വിസിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, എത്ര വിസിറ്റ്സ് വന്നെന്ന് അറിയാൻ പറ്റും, എവിടെ നിന്നാണ് വിസിറ്റ് വന്നതെന്ന് അറിയാൻ പറ്റും, വന്ന വിസിറ്റേഴ്സ് ഏതൊക്കെ പേജിലേക്ക് പോയെന്ന് അറിയാൻ പറ്റും, അവർ ഉപയോഗിച്ച ഡിവൈസ് ഏതാണെന്ന് അറിയാൻ പറ്റും, ഏത് സ്ഥലത്തു നിന്നാണ് അവർ വന്നത്, ഏത് കൺട്രിയിൽ നിന്നാണ്, ഏത് സിറ്റിയിൽ നിന്നാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്ന ഒരു റിസോഴ്സാണ് ഗൂഗിൾ അനലിറ്റിക്സ്. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ സ്ട്രീം ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി ഇതിൻ്റെ ട്രാക്കിംഗ് കോഡ് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള അഡ്മിൻ പോർഷനിൽ പോയിട്ട് നമുക്ക് ഈ ഡേറ്റാ സ്ട്രീംസ് ഇവിടെ കാണിക്കുന്നതിനകത്ത് ഡേറ്റാ സ്ട്രീം കാണാൻ പറ്റും. ഇത് അക്കൗണ്ട് നെയിമും ഇത് പ്രോപ്പർട്ടി ഡീറ്റെയിൽസും ആണ്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ജിമെയിൽ അക്കൗണ്ടിനകത്ത് തന്നെ 100 അക്കൗണ്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ അക്കൗണ്ടിൻ്റെ കീഴിൽ നമുക്ക് വീണ്ടും വെബ്സൈറ്റുകൾ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു ബ്രാൻഡിൻ്റെ നെയിമിനാണ് നമ്മൾ അക്കൗണ്ട് നെയിം കൊടുക്കുക. ആ ബ്രാൻഡിനകത്ത് ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളോ ബ്ലോഗുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ പ്രോപ്പർട്ടി ആയിട്ട് ആഡ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ ഡേറ്റാ സ്ട്രീംസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾറെഡി ഇത് ഡേറ്റാ സ്ട്രീം ആഡ് ചെയ്തിട്ടുണ്ട്. rahaayurveda എന്നുള്ള ഡേറ്റാ സ്ട്രീം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ട്രാഫിക് ഒക്കെ റിസീവ് ചെയ്യുന്നുണ്ടെന്നായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് ID ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ട്രാക്കിംഗ് കോഡ് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രാക്കിംഗ് കോഡ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ട്രാക്കിംഗ് കോഡ് നമ്മൾ കോപ്പി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെഷർമെൻറ്റ് ID അതുപോലെ തന്നെ ട്രാക്കിംഗ് കോഡ് ഇവിടെയൊക്കെ നമുക്ക് ഇതിനെ
പ്രോപ്പർട്ടി നെയിം ഒക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ആൾറെഡി ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാഗ് മാനേജ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ താഴെ ഉണ്ട്. അതുപോലെ തന്നെ ട്രാക്കിംഗ് കോഡ് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാക്കിംഗ് കോഡ് കാണിക്കുന്നതിനടുത്ത് വലത് സൈഡിൽ തന്നെ കോപ്പി ട്രാക്കിംഗ് കോഡ് കാണാൻ പറ്റും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്കിംഗ് കോഡ് നമ്മുടെ cPanലിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുന്ന പോർഷനിലേക്ക് എത്തി. ഇവിടെ കോർഡിനേറ്ററിനകത്താണെങ്കിൽ അതിനാദ്യം ഈ cPanലിനകത്ത് തന്നെ പബ്ലിക് HTML ഫോൾഡറിനകത്ത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാകും. അത് ഓപ്പൺ ആക്കുക. അതിനകത്ത് വ്യൂസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. വ്യൂസ് എന്നുള്ള ഓപ്ഷനകത്ത് ഇൻക്ലൂഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ ഇൻക്ലൂഡ്സിനകത്ത് എത്തി നമ്മൾക്ക് ഇതിനകത്ത് header.php അങ്ങനെ പ്രത്യേകം header.footer.php അങ്ങനെ പ്രത്യേകം ഫയലുകൾ ചെയ്തിട്ട് ഇതിനെയൊക്കെ ഓരോ പേജുകളായിട്ട് സെപ്പറേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് PHPയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന കോർഡിനേറ്ററിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ ആപ്ലിക്കേഷനകത്ത് എത്തി വ്യൂസിനകത്ത് എത്തി കൺട്രോളറിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് header.php എന്നുള്ള ഫയൽ കാണാൻ പറ്റും. ഇത് എഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ആൾറെഡി ഇതിനകത്ത് ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ അനാലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡാണ് ഈ കിടക്കുന്നത്. ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആൾറെഡി. അപ്പോൾ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്കിംഗ് കോഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ട്രാക്കിംഗ് കോഡ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ സേവ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്കിനകത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിനകത്ത് ഗൂഗിൾ അനാലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ്. ഇപ്പം നമ്മൾ കോപ്പി ചെയ്തെടുത്തത് ഗൂഗിൾ അനാലിറ്റിക്സ് 4 അഥവാ GA4 എന്ന് പറയുന്ന ട്രാക്കിംഗ് കോഡാണ്. ഇപ്പോഴ് ഈ ജൂലൈ മുതൽ 2023 ജൂലൈ മുതൽ ഗൂഗിൾ അനാലിറ്റിക്സിൻ്റെ 4 വെർഷൻ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് ഗൂഗിൾ അനാലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് GA4. അപ്പോൾ അതിൻ്റെ ട്രാക്കിംഗ് കോഡ് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേറ്ററിനകത്താണെങ്കിൽ നമുക്കിതുപോലെ വെബ്സൈറ്റിനകത്ത് cPanൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക് HTML ഫോൾഡർ ഓപ്പൺ ആക്കുക. അതിനകത്ത് ആപ്ലിക്കേഷൻ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ആക്കുക. അതിനകത്ത് വ്യൂസ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇൻക്ലൂഡ്സ് എന്നുള്ള ഫോൾഡർ കാണാൻ പറ്റും. ആ ഇൻക്ലൂഡ്സിനകത്ത് header.php എന്നുള്ള ഫയൽ ഉണ്ടാകും. അതിനകത്താണ് ആഡ് ചെയ്യുക. ഇനി ഇതേ ട്രാക്കിംഗ് കോഡ് ഫൂട്ടറിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും വർക്ക് ചെയ്തോളും. ഫൂട്ടർ എന്നുള്ള ഫയലിന് ബോഡി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്തോളും. പിന്നെ ഇത് കോമൺ ആയിട്ടുള്ളൊരു ഹെഡർ ആണെങ്കിൽ ഹെഡറിനകത്ത് മാത്രം പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ പേജിനകത്തും ഇത് വന്നോളും. കോർഡിനേറ്ററിൻ്റെയൊക്കെ ഒരു സവിശേഷത അതാണ്. ഈ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഫ്രെയിംവർക്കിനകത്ത് സെപ്പറേറ്റ് ഹെഡർ ഫൂട്ടർ അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ ഒരു വെബ്സൈറ്റിനകത്തുള്ള എല്ലാ പേജുകൾക്കും വേണ്ടിയിട്ട് ഒരു ഹെഡർ ആയിരിക്കും അവിടെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ആ ഹെഡർ ഫയലിനകത്ത് മാത്രം ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. അത് വർക്കായിക്കോളും. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അനാലിറ്റിക്സിനകത്ത് വന്നിട്ട് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് വിസിറ്റ് വരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ പുതിയ ടാബിനകത്ത് ആഹാരവേദ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അനാലിറ്റിക്സിനകത്ത് തന്നെ റിപ്പോർട്ട്സ് എടുത്തിട്ട് അവിടെ റിയൽ ടൈം റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റിയൽ ടൈമിൽ വിസിറ്റ് ഉള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. ഇവിടെ നമ്മളെ വിസിറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി 3 വിസിറ്റേഴ്സ് ആഹാരവേദ വെബ്സൈറ്റിനകത്തുണ്ട്. അതിൽ മാപ്പ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇത് കൊച്ചിയിൽ നിന്നാണ് വിസിറ്റ് ചെയ്യുന്നത്. എൻ്റെ വിസിറ്റാണ് ഈ കാണിക്കുന്നത്. എന്നാൽ സെയിം ടൈമിൽ റിയാദിൽ നിന്നും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ജദ്ദയിൽ നിന്നും ഒക്കെ വിസിറ്റാണ്. സൗദി അറേബ്യ എന്നുള്ള കൺട്രിയിലുള്ള 2 സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം വിസിറ്റേഴ്സ് ഉണ്ട് ആൾറെഡി. മൊത്തം 4 വിസിറ്റേഴ്സ് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വിസിറ്റ് കൊച്ചിയിൽ നിന്നാണ്. ഇനി താഴെ ട്രാഫിക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പം ഈ ഡയറക്റ്റ് ട്രാഫിക് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ വിസിറ്റ്, ഡയറക്റ്റ് ട്രാഫിക്കാണ്. ബാക്കി വിസിറ്റ് വേറെ സോഴ്സുകളിലാണ്. അപ്പോൾ ഏതൊക്കെ പേജിലാണ് ഇപ്പം വിസിറ്റേഴ്സ് നിൽക്കുന്നത്, കഴിഞ്ഞ 30 മിനിറ്റിലുള്ള ഏതൊക്കെ പേജുകളിലേക്കാണ് വിസിറ്റേഴ്സ് വന്നു പോയതെന്ന് അറിയാൻ പറ്റും. ഇത് ഹോം പേജാണ്. ഹോം പേജിലേക്ക് 3 പേര് വന്നിട്ട് പോയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആഹാരവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വേറൊരു പേജിലേക്ക് 3 പേര് വന്നിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് പേജിലേക്ക് 2 പേര് വന്നിട്ട് പോയി. ബെസ്റ്റ് ആയുർവേദ വെൽനസ് എന്ന് പറയുന്ന ഈ പേജിനകത്തേക്ക് 2 പേര് വന്നു. റീജുവനേഷൻ എന്ന് പറയുന്ന ഈ പേജിലേക്ക് ഒരാൾ വന്നു. മൈസ്റ്റീനോഗ്രാഫിക്സിൻ്റെ പേജിലേക്ക് ഒരാൾ വന്നു. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ മൊത്തം 6 ഡേറ്റ ഇവിടെ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിലേക്ക് വന്ന ആൾക്കാർ ഓരോ ഏരിയക്കകത്ത് ക്ലിക്ക് ചെയ്യുന്നതോ പേജ് യൂസ് നടത്തിയതോ യൂസറിൻ്റെ എൻഗേജ്മെൻറ്റോ ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എത്ര ആൾക്കാർ ഓരോ പർട്ടിക്കുലർ പോർഷനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ഇവൻറ്റ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവൻറ്റ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ അനാലിറ്റിക്സിനകത്ത് തന്നെ നമുക്ക് ടാഗ് മാനേജർ ആഡ് ചെയ്യാൻ പറ്റും. ടാഗ് മാനേജർ ഇവിടെ ഓൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ടാഗ് മാനേജറിലേക്ക് പോയിട്ട് ടാഗ് മാനേജറിനകത്ത് കൃത്യമായിട്ട് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ടാഗുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാഗ് മാനേജറിൻ്റെ ട്രാക്കിംഗ് കോഡ് ഹെഡ് സെക്ഷനിൽ കൊടുക്കേണ്ട കോഡും ഫൂട്ടർ സെക്ഷനിൽ കൊടുക്കേണ്ട കോഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആക്ഷൻസ് ഓരോ ആൾക്കാർ വരുന്ന ഇവൻറ്റ്സ് ഒരു വെബ്സൈറ്റിൽ വന്ന ഒരാൾ ഏതെങ്കിലും ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്തതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബ്ലോഗിനെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര എണ്ണം ഷെയർ നടക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയാം. അത് എവിടെ നിന്നാണ് ഷെയർ നടന്നത്. ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ടാഗ് മാനേജറിനകത്ത് തന്നെ നമുക്ക് ടാഗുകൾ ഉൾപ്പെടുത്തി ആ ട്രാക്കിംഗ് ഡീറ്റെയിൽസൊക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമുക്ക് ടാഗ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ടാഗ് മാനേജറുമായിട്ട് ബന്ധപ്പെട്ട് ടാഗ് ആഡ് ചെയ്യുന്നതിൻ്റെ ക്ലാസ്സുകളൊക്കെ തുടർന്ന് ക്ലാസ്സുകളിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ട്രാക്കിംഗ് കോഡ്, ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ 4 ട്രാക്കിംഗ് കോഡ് ഒരു കോർഡിനേറ്ററിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യുന്നതാണ് മനസ്സിലാക്കിയത്. തുടർന്നുള്ള വീഡിയോകളിൽ ടാഗ് മാനേജറും അതിൻ്റെ ടാഗുകൾ ആഡ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.